ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2 രാജാക്കന്മാർ 11-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. 10-ാം അധ്യായത്തിൽ യേഹൂ രാജാവിനെ കുറിച്ചാണല്ലോ നമ്മൾ വായിച്ചു വന്നത്. അദ്ദേഹം വളരെ വീര്യപ്രവർത്തികൾ ചെയ്യുകയും ധാരാളം അനീതി പ്രവർത്തിച്ച രാജാക്കന്മാരെ വധിക്കുകയും ബാലിൻ്റെ വിഗ്രഹങ്ങളൊക്കെയും അടിച്ചു തകർക്കുകയും അവരുടെ പുരോഹിതന്മാരെയൊക്കെ വധിക്കുകയും ചെയ്ത സംഭവങ്ങൾ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് ശേഷം പിന്നീട് യഹൂദ രാജ്ഞിയായ അതാലിയ അഥവാ അഥല്യ രാജാവായി മാറുന്ന കാര്യമാണ് 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൾ ആഹാബ് രാജാവിൻ്റെ മകളായിരുന്നു. അവൾ ദാവീദ് വംശ അല്ലായിരുന്നു. അപ്പോൾ തൻ്റെ മകൻ അഗസ്യ വധിക്കപ്പെട്ടതിനാൽ അവൾ വേറെ അസ്വസ്ഥയാവുകയും രാജഭരണം ഏറ്റെടുത്തിട്ട് രാജകൊട്ടാരത്തിൽ ആ രാജവംശത്തിൽ വരുന്ന സകലരെയും നശിപ്പിക്കാൻ അവൾ ശ്രമിക്കുകയും ചെയ്തു. ദാവീദ് വംശത്തിൽ രാജവംശത്തിലുള്ളവരെയൊക്കെ കൊല്ലാൻ വേണ്ടി അവൾ ശ്രമിക്കുകയും അങ്ങനെ ധാരാളം ആളുകളെ അവൾ വധിക്കുകയും ചെയ്തു. ആ സമയത്താണ് അഗസ്യായുടെ മകൻ യോവാസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ അവിടെ ഒരു ധാത്രി മുഖാന്തരം അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അവനെ ഒളിപ്പിച്ചു പാർത്തു, അല്ലെങ്കിൽ അവൾ കൊന്നുകളയും. ആ ധാത്രിയുടെ ഭവനത്തിൽ ധാത്രിയുടെ കുഞ്ഞിനെ പോലെ ആ കുഞ്ഞിനെ വളർത്തി വന്നു. അവന് 7 വയസ്സായപ്പോൾ ജനങ്ങളെല്ലാം കൂടി അദ്ദേഹത്തിന് അവനാണ് ആ രാജവംശപ്രകാരം രാജാവിൻ്റെ മകനെന്ന രീതിയിൽ രാജാവാകേണ്ടത്. അവനെ രാജാവാക്കാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ ഈ അഥല്യ രാജാവായിരിക്കുന്ന കാലത്തോളം പരസ്യമായി അങ്ങനെ ഒരു കാര്യം ചെയ്യുക അവർക്ക് പ്രയാസമാണ്. അതിനവർ കണ്ടെത്തിയ മാർഗം അവനെ 7 വയസ്സ് പ്രായമായപ്പോൾ അവനെ ദേവാലയത്തിൽ അവനെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് യഹോയാദ എന്ന് പറയുന്ന പുരോഹിതനോടെ കൊണ്ടുവന്ന് അവനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. അവനെ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്രായേലിലെ സേനാനായകന്മാരെയും സൈന്യാധിപന്മാരെയൊക്കെ അവിടെ ആക്കുന്നു. കാരണം ജനങ്ങൾക്കെല്ലാം ഇവൻ രാജാവായി വരുന്നതിലാണ് താല്പര്യം. അഥല്യയുടെ ഭരണം വളരെ മോശമായിരുന്നു. വൈരാഗ്യബുദ്ധിയോടുകൂടി അവളുടെ പ്രവർത്തനങ്ങളെ ദാവീദ് വംശത്തെ ഇല്ലാതാക്കാനുള്ള അവളുടെ ആ ശ്രമത്തെ മുഴുവൻ ജനം ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തിരുന്നു. അപ്പം അങ്ങനെ അവനെ രാജാവായി അവിടെ അഭിഷേകം ചെയ്യുന്നു. അവന് സംരക്ഷണം നൽകാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഇവനെ രാജാവാക്കിയപ്പോൾ ആ ദേവാലയത്തിൽ വലിയ ആരവമുണ്ടായി. ജനങ്ങൾ കാഹളമൂതുകയും സന്തോഷം പ്രകടമാക്കുകയും ചെയ്തത് അറിഞ്ഞുകൊണ്ട് ഈ അഥല്യ അവിടെ കടന്നു വരികയും ഇവൻ രാജവേഷം അണിഞ്ഞ് കിരീടമൊക്കെ ധരിച്ച് അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവൾ വളരെ അസ്വസ്ഥയാവുകയും ഞാൻ ഇവിടെ രാജാവായിരിക്കുമ്പോൾ ഞാനല്ലാതെ മറ്റൊരാളെ രാജാവായി വാഴിച്ചത് രാജദ്രോഹമാണെന്ന് ആരോപിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ പുരോഹിതൻ്റെ ആ നിർദ്ദേശപ്രകാരം അവളെ പുറത്തു കൊണ്ടുപോയി അവിടെ വെച്ച് വധിച്ചു കളയുകയാണ്. അതിനുശേഷം അവർ കർത്താവിൻ്റെ ജനമായിരിക്കുമെന്ന് യഹോയാദ എല്ലാവരെയും കൊണ്ടും അവിടെ സത്യം ചെയ്യിക്കുകയും ജനങ്ങളിൽ രാജാവുമായി ഒരു ഉടമ്പടി അവിടെ ഉണ്ടാക്കുകയൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ അനേക പ്രാവശ്യം ഇതുപോലുള്ള രാജാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ജനങ്ങളെ കൊണ്ട് പ്രവാചകന്മാരും അനേക പ്രാവശ്യം സത്യം ചെയ്യിക്കുന്നുണ്ട്. സത്യം ചെയ്യുമ്പോൾ അവർക്ക് യഹോവയോടുള്ള സ്നേഹവും ഭക്തിയും ഒക്കെ കാണിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും അവിടുത്തെ ആ സാഹചര്യം അനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് അവർ മാറിപ്പോകുന്നതായി കാണുന്നുണ്ട്. നമ്മളും ദൈവസ്ഥാനത്തിൽ പല തീരുമാനങ്ങളും പലപ്പോഴും എടുത്തിട്ടുള്ളവരാണ്. എന്നാൽ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്.
എന്നാൽ സത്യത്തിൽ തന്നെ നീതിയിൽ തന്നെ നിലനിൽക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. ആ ശ്രമകരമായ കാര്യമാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്. ശാസ്ത്രിമാരെയും പരീശന്മാരോടൊക്കെ ധാരാളം എതിർപ്പ് കർത്താവിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് ജനത്തെ അറിയിക്കുന്നതിൽ കർത്താവ് ഒരു വീഴ്ചയും കർത്താവ് വരുത്തിയിട്ടുമില്ല. അതൊക്കെ സഹിച്ച് കർത്താവ് ക്രൂശിക്കപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി നമുക്കറിയാമല്ലോ. അതോടെ കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു ഓർക്കുക, നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യത്തിലുള്ള പ്രതിഫലം വർദ്ധിച്ചിരിക്കുന്നു. നീതി പ്രവർത്തിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രതിഫലമുണ്ട്. എന്നാൽ അതിന് പകരം നമ്മൾ തിന്മ അനുഭവിക്കുമ്പോൾ ആ പ്രതിഫലത്തിന് അവിടെ വർധന ഉണ്ടാകുന്നു എന്ന് കർത്താവ് പറഞ്ഞത് നമ്മൾ ഓർക്കുക. ഇപ്പോൾ പഴയ നിയമത്തിൽ വെറും പരിശുദ്ധാത്മാവില്ലാത്തൊരു കാലമാണ് നമുക്കറിയാം. മാനുഷികമായ രീതിയിൽ മാത്രമേ മനുഷ്യന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നുള്ളൂ. അതിൻ്റേതായ അപാകതകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ നമുക്ക് അങ്ങനെയല്ല. പരിശുദ്ധാത്മാവാണ് നമ്മളെ വഴി നടത്തുന്നത്. ആത്മാവിന് വിധേയമായിട്ട് നമ്മൾ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ആത്മപ്രചോദിതമായി നന്മകൾക്കും നീതിക്കും വിധേയമായി മാത്രം ജീവിക്കുവാനും അപ്രകാരം പ്രവർത്തിക്കുവാനും നമുക്ക് ഇടയായിട്ട് തീരേണ്ടതാണ്. അതിനുശേഷം ഈ അഥല്യ രാജാവ് വധിക്കപ്പെട്ടതിന് ശേഷം ഈ 7 വയസ്സ് പ്രായമുള്ള ബാലനെ രാജാവായി ആഘോഷപൂർവ്വം രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ ആക്കുന്ന കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇനി അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ യോവാസ് രാജാവിൻ്റെ ആ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് വായിക്കാൻ പറ്റും. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക, ഇവരുടെയൊക്കെ ആ ജീവിതത്തിലെ ആ കുറവുകളൊക്കെ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ ദൈവവുമായുള്ള ഒരു വലിയ ബന്ധത്തിൽ ജീവിക്കുവാൻ നമുക്കിടയാകണം. നമ്മുടെ വായനകളും ചിന്തകളും പ്രാർത്ഥനകളും ഒക്കെ അതിന് നമ്മളെ സഹായിക്കട്ടെ. ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിച്ച് നീതിബോധമുള്ളവരായി സത്യമുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കാനും പ്രവർത്തിക്കുവാനും ഇടയാക്കണമേ എന്ന് ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.